ഇന്നത്തെ ഈ യാത്ര കോട്ടയം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ്. ശ്രീരാമലക്ഷ്മണന്മാർ വന്നുപോയ സ്ഥലമെന്നാണ് ഈ പ്രദേശത്തെക്കുറിച്ചുള്ള വിശ്വാസം. ഇവിടെ വെന്നിമലയിൽ പണ്ട് ഒരുപാട് ഋഷിമാർ തപസ് ചെയ്തിരുന്ന സ്ഥലമാണെന്ന് ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ ക്ഷേത്രത്തിനോട് തൊട്ടു ചേർന്ന് തന്നെ കപില മഹർഷി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയുണ്ട്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ആ ഗുഹ കാണാനായി പോവുകയാണ്. ഗുഹയ്ക്ക് തൊട്ടു മുന്നിലായി ഇങ്ങനെ ഗുഹയുടെ ഐതിഹ്യം പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഗുഹയ്ക്ക് ചുറ്റും മരങ്ങളാണ്, ഒരു ചെറിയ കാട് തന്നെ എന്ന് പറയാം. ഗുഹയ്ക്കുള്ളിൽ നല്ല ഇരുട്ടാണ്, ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ ഗുഹയുടെ ഉള്ളിലൂടെ ഒരു വഴിയുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് തുറക്കുന്ന ഒരു വഴി. ഇരുട്ടുമായി കണ്ണു പൊരുത്തപ്പെടുന്നത് വരെ നോക്കിയിരുന്നു, പക്ഷേ എന്നിട്ടും ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ഗുഹയുടെ മുൻവശത്തായി തന്നെ കപില മഹർഷിയുടെ ഒരു പ്രതിമയുണ്ട്. കപില മഹർഷി സാഖ്യദർശനത്തിൻ്റെ ആചാര്യനായി അറിയപ്പെടുന്ന മഹാമുനി. പണ്ട് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ലോകത്തിലുള്ള എല്ലാ തത്വചിന്തയും കപില മഹർഷിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന്. ഇവിടെ ഞങ്ങൾക്ക് മുന്നേ എത്തിയ സന്ദർശകർ പോയി കഴിഞ്ഞിരുന്നു. അവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കുട്ടികൾ ഗുഹയ്ക്ക് ചുറ്റും നടന്ന് കൗതുകത്തോടുകൂടി എന്തെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് നോക്കുന്നുണ്ട്. ഇനി മടക്കമാണ്.